and welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് അത് ലെയർ ചെയ്യേണ്ടത്. ഇനി ഞാൻ കൂടുതൽ ആക്റ്റീവ്സിനെ കുറിച്ചിട്ട് ഓരോ ആക്റ്റീവ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേക്കപ്പ് സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. സോ എന്താണ് ആക്റ്റീവ്സ്? ആക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയറിൽ ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻസിനാണ് ആക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ആക്നെ, ഹൈപ്പർ പിഗ്മെന്റേഷൻ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ തരാൻ നല്ലതാണ് ഈ പറഞ്ഞ ആക്റ്റീവ്സ്. ആക്റ്റീവ്സിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ സി, ഹൈലറോണിക് ആസിഡ്, നൈസിനമൈഡ്, ഇതൊക്കെ ആക്റ്റീവ്സിന്റെ ഒരു എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് നോക്കാം ഇതിനെ എങ്ങനെ നമുക്ക് സ്കിൻ കെയറിൽ ലെയർ ചെയ്ത് അപ്ലൈ ചെയ്യാന്നുള്ളത്. സ്കിൻ കെയർ ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. എന്ത് കൺസിസ്റ്റൻസിയിലാണ് പ്രൊഡക്റ്റ് ഇരിക്കുന്നത്, എന്ത് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്, തിന്നാണോ തിക്കാണോ നോക്കിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ തിന്നസ്റ്റ് തൊട്ടിട്ട് തിക്കസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ലാസ്റ്റ് അപ്ലൈ ചെയ്യുക. സ്റ്റാർട്ടിങ് അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ എപ്പോഴും തിന്നായിരിക്കണം, വെള്ളം പോലെ ആയിരിക്കണം. നമ്മൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലെയർ ചെയ്യേണ്ടത്. തിന്നായിട്ടുള്ള പ്രോഡക്റ്റ് ഫസ്റ്റ്, പിന്നെ തിക്കായിട്ടുള്ള പ്രോഡക്റ്റ്. ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം പോലെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിറം യൂസ് ചെയ്യുക, അത് ഇച്ചിരി തിക്കറാണ്. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അപ്പോൾ അതൊന്നും കൂടി തിക്കറായി. മനസ്സിലായി? സെക്കൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ആണ്. ചില ഇൻഗ്രീഡിയൻസ് തമ്മിൽ ചേർന്ന് പോവില്ല. സലിസിലിക് ആസിഡ് വരുന്നുണ്ട്. സലിസിലിക് ആസിഡ് നമ്മുടെ AHA BHA കൂടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല, കാരണം അതൊക്കെ എക്സ്ഫോലിയൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ഫോലിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് ഡേയ്സിൽ വൺസ് എ വീക്കോ ട്വൈസ് എ വീക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അധികം എക്സ്ഫോലിയേറ്റ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് റെഡ്നെസ്സും പാച്ചിനെസ്സും നമുക്ക് ഇറിറ്റേഷനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോമിലാണ് അതിരിക്കുന്നത്, വാട്ടർ ബേസ്ഡ് ആണോ ഓയിൽ ബേസ്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ഓയിൽ ബേസ്ഡും വാട്ടർ ബേസ്ഡും തമ്മിൽ ചേരില്ല, മിക്സ് ആവില്ല. അപ്പം നിങ്ങളുടെ സ്കിന്നിന് അതൊരു ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുക. അത് നിങ്ങളുടെ സ്കിന്നിലേക്ക് നല്ലോണം അബ്സോർബ് ചെയ്യണം. മാത്രം നിങ്ങൾ ഓയിൽ ബേസ്ഡ് പ്രോഡക്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്യുക കേട്ടോ. വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഓരോ ആക്റ്റീവ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അടിയിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.